എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്തില്ലേ എന്ന്. ചില സമയത്ത് എൻ്റെ ഇത് സത്യം പറഞ്ഞാണല്ലോ, ഇത് നാട്ടുകാർക്ക് മുഴുവൻ തോന്നിയിട്ടുള്ള കാര്യമായി ഒരു കൗണ്ടറാവട്ടോ. അയ്യോ, അതിന് എനിക്ക് സന്തോഷമുള്ളത് അല്ല. ഈ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരാണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇവരിളകിന്ന് വിചാരിച്ചിട്ട് അല്ല, ഇളകിന്ന് വിചാരിച്ചിട്ട് തന്നെ. ഈ ഞാൻ തക്കാളി കൃഷി ചെയ്തു പാലക്കാട്. അപ്പോൾ തക്കാളിക്ക് 1 കിലോത്തിന് 3 രൂപയൊക്കെ ഉള്ളു. ഞാൻ പറഞ്ഞു ഫുൾ സംഭവങ്ങൾ വണ്ടി കയറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ, വെറുതെ വിൽക്കാൻ തയ്യാറല്ല. വെറുതെ കൊടുക്കരുത്. കച്ചവടക്കാരുണ്ട് അന്ന് ഈ തേർഡ് പേഴ്സണാണ് വന്നിട്ട് ഇത് ചെയ്യണത്. അവൻ കൊണ്ട് നമുക്ക് വരുമ്പോൾ 50 രൂപയൊക്കെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമല്ല, തക്കാളി കൊണ്ടുപോകും. ഇപ്പം തക്കാളി കൊണ്ടുപോകണം, അല്ലാണ്ട് തന്നത് സഞ്ചിയിൽ വാരിയിട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയൊക്കെ വാങ്ങിച്ചത്. പിന്നെ ആരും വരാതായി. സരിന് വീട്ടിൽ പോകണ ഓണ്ടട്ടാ തക്കാളി വരോട്ടാന്ന് പറഞ്ഞിട്ട് അവൻ മുഴുവട്ടായി. അതെ. അപ്പോൾ പലരും ചിന്തിക്കും പിന്നെ ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ പല പ്രവൃത്തികളും ആളുകൾക്ക് ഭ്രാന്താണെന്ന് തോന്നാവുന്ന പ്രവൃത്തികളാണ്. ഭ്രാന്താണെന്ന് തോന്നാവുന്ന രീതിയിലേക്ക് അങ്ങ് വരും സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഭ്രാന്തിൻ്റെ അസുഖമില്ലേ. അത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സലിം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു രൂപമാണ്. സലിമിൻ്റെ സിനിമയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. സലിമിൻ്റെ ഒരു വേഷത്തിന് പോലും ഒരു ചോർച്ച സംഭവിച്ചില്ല, ഒരു ലോപം സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കമലൻ്റെ ഗ്രാമഫോണിൽ നിന്ന് തുടങ്ങി മറ്റേ സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കമലൻ്റെ തന്നെ ഒരു അസോസിയേറ്റ് വേറൊരു സിനിമ എടുത്തു, കണ്ണോ വരട്ടെ. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ. ഇത് ഉറങ്ങാത്ത വീട്, അച്ഛന് ഉറക്കം വരില്ല. അതെ, പല അച്ഛന്മാരുടെ ഉറക്കം പോയ ഒരു സിനിമയാണ് ഇത്. പീരിമേഡ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഈ പടത്തിൻ്റെ പേര് എന്ന് ചോദിച്ചു. അച്ഛനുറങ്ങാത്ത വീടെന്നാണ്. എന്താണ് ഇതിൻ്റെ കഥ? ഞാൻ പറഞ്ഞ് ഒരച്ഛൻ 3 പെമ്മക്കൾ. എൻ്റെ പൊന്നുമോനെ മതി. ഇപ്പോൾ മനസ്സിലായി എന്താണ് കഥ എന്നുള്ളത്. 3 പെമ്മക്കളുണ്ടെങ്കിൽ എങ്ങനെ ഉറങ്ങും? 3 പെമ്മക്കളുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. ആ ചേച്ചി പറഞ്ഞു. പിന്നെ മനസ്സിലായി, അതിപ്പോൾ മനസ്സിലായി. അച്ഛന് 3 പെമ്മ, അച്ഛന് ഉറക്കമുണ്ടാവൂലെന്നും. ഒരു മകൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഹായ് പപ്പേ, സുഖാണോ? നമ്മളിപ്പോൾ കുറച്ചായി കണ്ടിട്ടല്ലേ. അച്ഛനുറങ്ങാത്ത വീട് നമ്മുടെ 2 പേരുടെയും ലൈഫിൽ എടുത്ത് പറയേണ്ട ഒരു മൂവി തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു അത്. പക്ഷേ എനിക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. സലിമേട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴും ഞാൻ പപ്പയെന്ന് വിളിച്ച് പുറകെ നടക്കുമായിരുന്നു. ഇപ്പം എവിടെ വെച്ചിട്ട് കണ്ടാലും ഞാൻ അങ്ങനെ തന്നെയാണ് സലിമേട്ടനെ വിളിക്കുന്നത്. 2 പേരാണ്, പക്ഷെ ഞാനും ഒരു 3ാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ഫീല് പപ്പയ്ക്ക് എന്നോട് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും പപ്പയുടെ മോള് തന്നെയല്ലേ? ചോദ്യമാണ്. ഇവള് അന്ന് 8ൽ പഠിക്കുകയാണ്. അപ്പോൾ ലാലുവിനോട് ഇവള് പറഞ്ഞു എത്ര പഠിക്കാന്ന്? 10ൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അവള് 2 കയറ്റി പറഞ്ഞു. കാരണം ഈ പടത്തിൽ 8ൽ പഠിക്കാന്ന് കുഞ്ഞാണെന്ന് വെച്ചിട്ട് മാറ്റിയാലെന്ന് വെച്ചിട്ടാണ് 2 ക്ലാസ് കയറ്റി പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയത് ഈ മുക്തയുടെ സീൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ സീൻ എടുക്കാനുള്ളത്. ഈ കൊച്ചു ചെയ്യണ കണ്ടിട്ട് കിട്ടിങ്ങിപ്പോയി മുക്ത. എന്തോ സമയമോശം കൊണ്ടൊക്കെ തോന്നുന്നു മുക്ത ഇങ്ങനെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മുക്തയ്ക്ക് ഇതിനേക്കാളും വലിയ ബ്രേക്ക് കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് മുക്ത. പക്ഷേ സലിം തന്നെയാണ് പുള്ളിക്കാരത്തിൻ്റെ പപ്പ ഇപ്പോഴും. അതെ അതെ അതെ. ഈ സിനിമയ്ക്ക് സലിമിന് ബഹുമതി മേടിത്തുന്നു, മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ്. പക്ഷെ ഒരു കൊമേഡിയനായതുകൊണ്ട് 1ാമത്തെ ആ പദവി കിട്ടാതെ പോയി എന്ന് അന്നൊരാക്ഷേപം ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.
അന്നൊരു ചെറിയ നിരാശ ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലുമില്ല, ഇല്ല, ഒരിക്കലും മുഖത്ത് കാണാമായിരുന്നു. ഒരിക്കലുമില്ല. അപ്പോൾ ഈ അവാർഡ് കിട്ടാത്തപ്പോൾ ഒരു നിരാശ ഉണ്ടായില്ല. പക്ഷെ രണ്ടാമത്തെ മികച്ച നടന്നുള്ള അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയോ? തീർച്ചയായിട്ടും സന്തോഷം തോന്നി. അല്ലാണ്ട് അയ്യോ എനിക്കത് കിട്ടേണ്ടതായിരുന്നു, ഇത് കിട്ടേണ്ടതായിരുന്നു, അങ്ങനെ പാടില്ല. കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടാം. ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ നമ്മൾ വന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആഗ്രഹമാണ്. അല്ലാണ്ട് ഞാൻ ജനിച്ചു വീണപ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നാൽ എനിക്ക് ദുഃഖം ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ ഈ സിനിമയിലെത്തി എല്ലാം ബോണസാ. അതെ, ഈ സിനിമയിലെത്തിയതിന് ശേഷം കിട്ടിയ സംഭവങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ റോളുകൾ വന്നെങ്കിലും സലിമിനെ വീണ്ടും ഈ പറഞ്ഞ കോമഡിയൻ രംഗങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ കുറേ രംഗങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇനിയും പോകും ഞാൻ. ഇനി പോവും. ആ, കംഫർട്ട് എവിടെയാണോ? കംഫർട്ട് എന്നല്ല, ഈ ആൾക്കാരെ ചിരിപ്പിക്കും കിട്ടുന്നൊരു സുഖം കിട്ടില്ല അല്ലേ? വേറെ അത്